നമസ്കാരം. ഷെക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാനുള്ള ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ജനപ്രതിനിധി സഭ ബിൽ പാസാക്കിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചത്. 222 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 209 പേർ എതിർത്തു. 43 ദിവസത്തെ റെക്കോർഡ് അടച്ചുപൂട്ടലിന് ശേഷം ഫെഡറൽ ഗവൺമെന്റ് വീണ്ടും തുറക്കുന്നതിനുള്ള ധനാനുമതി ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. സെനറ്റിൽ ബില്ല് പാസായതിന് പിന്നാലെയാണ് ജനപ്രതിനിധി സഭയിലും ഇത് എത്തിയത്. 222 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 209 പേർ എതിർത്തു. 6 ഡെമോക്രാറ്റിക് അംഗങ്ങളും ബില്ലിനെ അനുകൂലിച്ചിരുന്നു. തടസ്സപ്പെട്ട ഭക്ഷ്യസഹായം പുനരാരംഭിക്കുന്നതിനും ലക്ഷക്കണക്കിന് ഫെഡറൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിനും തടസ്സപ്പെട്ട വ്യോമഗതാഗത നിയന്ത്രണ സംവിധാനം പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ഒരു താൽക്കാലിക ഫണ്ടിംഗ് പാക്കേജും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതോടെ ജനുവരി 30 വരെ US-ന് ഫണ്ട് ലഭിക്കും. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെങ്കിലും US-ലെ വിമാന സർവീസുകൾ ഉൾപ്പെടെ സാധാരണ നിലയിലാകണമെങ്കിൽ ഇനിയും സമയമെടുക്കും. ഷട്ട്ഡൌണിൽ ജീവനക്കാരുടെ കുറവ് മൂലം വെള്ളിയാഴ്ച മാത്രം ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ ഇതുമൂലം വൈകുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട 40 വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഷട്ട്ഡൌൺ മൂലം താളം തെറ്റിയിരിക്കുകയാണ്. ഇതിനു പുറമെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും താളം തെറ്റി. ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ ഇവരുടെ വായ്പാ തിരിച്ചടവടക്കം മുടങ്ങുമെന്ന ആശങ്ക ബാങ്കുകൾക്കുണ്ട്. ഇതിനൊപ്പം തൊഴിലില്ലായ്മയിൽ വൻ വർധനയാണ് US-ൽ രേഖപ്പെടുത്തുന്നത്. 4.6% ശരാശരി തൊഴിലില്ലായ്മ 6%-ലേക്കാണ് കുതിച്ചെത്തിയത്. US-ലെ കത്തോലിക്ക ആശുപത്രികളിൽ ട്രാൻസ്ജെൻഡർ സംബന്ധമായ ചികിത്സ നിരോധിച്ച് US ബിഷപ്പ് കോൺഫറൻസ്. നവംബർ 12 നടന്ന US-ലെ ബാൾട്ടിമോറിൽ വെച്ച് നടന്ന പ്ലീനറി ഓഫ് ദി US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് സമ്മേളനത്തിലാണ് US-ലെ ബിഷപ്പുമാർ ഈ കാര്യത്തെക്കുറിച്ച് വോട്ട് ചെയ്തത്. ആശുപത്രികൾ മനുഷ്യ ശരീരത്തിന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കണം എന്നാണ് സമ്മേളനത്തിൽ പറഞ്ഞുവെച്ചത്. 2025 നവംബർ 12 ബുധനാഴ്ച US-ലെ ബാൾട്ടിമോറിൽ വെച്ച് നടന്ന പ്ലീനറി ഓഫ് ദി US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് സമ്മേളനത്തിലാണ് ബിഷപ്പുമാർ കത്തോലിക്ക ആശുപത്രികളിൽ ട്രാൻസ്ജെൻഡർ ചികിത്സകൾ നിരോധിക്കുവാൻ തീരുമാനമെടുത്തത്. ആശുപത്രികൾ മനുഷ്യ ശരീരത്തിന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ബിഷപ്പ് കൗൺസിൽ പറഞ്ഞുവെച്ചത്. പുരുഷനെ സ്ത്രീയാക്കുന്നതും സ്ത്രീയെ പുരുഷനാക്കുന്നതുമായ ചികിത്സയ്ക്കാണ് US കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ തടയിട്ടത്. അതേസമയം മുൻപേ തന്നെ ട്രാൻസ്ജെൻഡറുകളായവർക്ക് ചികിത്സ നിഷേധിക്കില്ലെന്നും US കത്തോലിക്ക മെത്രാൻ സമിതി പറഞ്ഞു. വർഷങ്ങളായി ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് US-ലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു വിഷയമാവുകയാണ്. യുവജനങ്ങളടക്കം ധാരാളം പേരാണ് ട്രാൻസ്ജെൻഡർ ആശയങ്ങളിലേക്ക് വഴുതി വീഴുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സ്വവർഗ ലൈംഗികതയും സ്വർഗ വിവാഹവും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതിയ ഫാഷനാവുകയും വളർന്നുവരുന്ന തലമുറകളെയും വളരെയധികമായി സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും കോളേജുകളിലുമടക്കം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ട്രാൻസ്ജെൻഡർ മാനസികാവസ്ഥയോട് യെസ് പറയുന്ന സമീപനമാണുള്ളതെന്നും വളരെ സങ്കടകരമാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വർഗ വിവാഹങ്ങൾ സ്ഥിരം കാഴ്ചയായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയും മറ്റും ജനനനിരക്ക് ഗണ്യമായി കുറഞ്ഞതും ആശങ്കയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. അതേസമയം ഈ വർഷത്തിൽ തന്നെ US-ലെ പല ഹോസ്പിറ്റലുകളിലും ശൈശവ ട്രാൻസ്ജെൻഡർ ചികിത്സകൾ നിരോധിച്ചിരിക്കുകയാണ്. 2019 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 14,000 പേരാണ് അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസിഷൻ ശസ്ത്രക്രിയകൾക്ക് വിധേയരായത്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഭീകരർ രാജ്യത്ത് സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ 32 കാറുകൾ തയ്യാറാക്കിയതായി അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഇതിലൊരു കാറാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത്. ദില്ലി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ തുടർ നടപടികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പുരോഗതി യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ചെങ്കോട്ട സ്ഫോടനത്തിനു പിന്നിലെ ഭീകരർ രാജ്യത്ത് തുടർച്ചയായി സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി അന്വേഷണ സംഘം പറയുന്നു. രാജ്യത്ത് സ്ഫോടന പരമ്പര നടത്തുന്നതിനായി 32 കാറുകൾ തയ്യാറാക്കിയിരുന്നതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കിയിരുന്ന ഒരു കാറാണ് ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ NIA സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘത്തിന് പാകിസ്ഥാൻ ബന്ധമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭീകര സംഘത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ സായിദിന്റെ മാരുതി ബ്രസ കാർ ഫരീദാബാദ് അൽ ഫലാഗ് സർവകലാശാലയിൽ നിന്ന് കണ്ടെടുത്തു. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ സായിദിന്
പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ അസർ മഹ്മൂദിന്റെ കുടുംബവുമായി ബന്ധമുള്ളതായും തെളിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഷഹീൻ സായിദ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാത്തുൽ മുഅവിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ഭീകര സംഘടനയിലേക്ക് വനിതകളെ ചേർക്കുന്നതിനായി ഡോക്ടർ ഷഹീൻ നേതൃത്വം വഹിച്ചിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഷഹീനയ്ക്ക് ബന്ധമുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പോപ്പ് ലിയോ 14 ജീവചരിത്രം ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി ഫിലിം പുറത്തിറങ്ങി. ലിയോ ഫ്രം ഷിക്കാഗോ എന്ന് പേരിട്ട ചലച്ചിത്രം വത്തിക്കാൻ ന്യൂസ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. ഏകദേശം 50 മിനിറ്റോളം ദൈർഘ്യം വരുന്ന ഫിലിം ഷിക്കാഗോ അതിരൂപത, സോവർ ന്യൂ ഇവാഞ്ചലൈസേഷൻ അപ്പോസ്തലിയേറ്റ് എന്നിവർ സംയുക്തമായിട്ടാണ് നിർമ്മിച്ചത്. വത്തിക്കാൻ ലൈബ്രറിയിൽ ലിയോ ഫ്രം ഷിക്കാഗോ ഡോക്യുമെന്ററി ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടന്നു. ലിയോ 14 പാപ്പയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി പുതിയ ഡോക്യുമെന്ററി ഫിലിം പ്രകാശനം ചെയ്തു. വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ ഷിക്കാഗോ അതിരൂപതയും സോവർന്യൂ ഇവാഞ്ചലൈസേഷൻ അപ്പസ്തോലറ്റ് എന്നിവർ സംയുക്തമായാണ് ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ചത്. ലിയോ ഫ്രം ഷിക്കാഗോ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഏകദേശം 50ഓളം മിനിറ്റുകൾ നീളുന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം വത്തിക്കാൻ ലൈബ്രറിയിൽ നടത്തിയിരുന്നു. ഷിക്കാഗോയുടെ പ്രാന്തപ്രദേശമായ ഡോൾട്ടണിലെ തന്റെ അമ്മയും സഹോദരമൊത്തുള്ള സാധാരണ ബാല്യം മുതൽ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ലിയോ 14 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടം വരെയുള്ള നിർണായക ഘട്ടങ്ങളാണ് ഡോക്യുമെന്ററി ചർച്ച ചെയ്യുന്നത്. വളരെ സാധാരണവും എന്നാൽ പരസ്പര ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച പാപ്പയുടെ പേരിലുള്ള ഡോക്യുമെന്ററിയിൽ നിരവധി അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ, ഇടവകക്കാർ, സഹപാഠികൾ, സഹ അഗസ്തീനിയൻ സന്യാസിമാർ എന്നിവർ പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുൻപ് പ്രദർശനം നടത്തിയിരുന്ന ലിയോൺ ദി പെറുവിന്റെ തുടർച്ചയായാണ് ഈ ഡോക്യുമെന്ററി ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. സൗത്ത് അമേരിക്കൻ മേഖലകളിലെ ശുശ്രൂഷ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ലിയോൺ ദി പെറു എന്നു പേരുള്ള ഡോക്യുമെന്ററി. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകളിലായിരിക്കും ഇപ്പോൾ ഈ ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കുന്നത്. വത്തിക്കാൻ ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ഡോക്യുമെന്ററി ലഭ്യമാണ്. നമുക്ക് മുൻപേ കടന്നുപോയവരുടെ ഓർമ്മകൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന നവംബർ മാസം നമ്മിൽ നിത്യജീവനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുന്ന സമയമെന്ന് ലിയോ 14 പാപ്പ. നല്ല ജീവിതം നയിക്കാനുള്ള തീരുമാനം ശക്തിപ്പെടുത്തി ജീവിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. നവംബർ 12 ബുധനാഴ്ച വത്തിക്കാനിലെ പൊതുകൂടിക്കാഴ്ച വേളയിൽ വിശ്വാസി സമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാൾ ഉൾപ്പെടെ നമുക്ക് മുൻപേ കടന്നുപോയവരുടെ ഓർമ്മ പ്രത്യേകമായി അനുസ്മരിക്കുന്ന നവംബർ മാസത്തിൽ നമ്മിൽ നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ടെന്ന് ലിയോ 14 പാപ്പ നവംബർ 12 ബുധനാഴ്ച വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ചയുടെ അവസരത്തിൽ സംസാരിക്കവേ നല്ല ജീവിതം നയിക്കാനുള്ള തീരുമാനം ശക്തിപ്പെടുത്തി ജീവിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. കൂടിക്കാഴ്ചയുടെ അവസാന ഭാഗത്ത് വിവിധ ഭാഷകളിൽ ആളുകളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച വേളയിലാണ് നവംബർ മാസം വിശ്വാസികളിൽ ഉയർത്തുന്ന നിത്യജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളെക്കുറിച്ച് പരാമർശിച്ചത്. മരണമടഞ്ഞ വിശ്വാസികൾക്ക് ദൈവം നിത്യാശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച പാപ്പ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ജീവിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ സഹോദരന്മാരായ വിശുദ്ധ ആത്മാക്കൾക്കായി സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ കൽപ്പനയിൽ ജീവിക്കാനുള്ള നമ്മുടെ തീരുമാനത്തിൽ ശക്തിപ്പെടാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കാമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. കർത്താവിന്റെ സ്നേഹത്തിന്റെ കൽപ്പനയിൽ ജീവിക്കുന്നത് വഴി കർത്താവിനും വിശുദ്ധന്മാർക്കുമൊപ്പം നമുക്ക് നിത്യജീവൻ ആസ്വദിക്കാൻ സാധിക്കുമെന്നും പാപ്പ പറഞ്ഞു. 40,000-ഓളം ആളുകളാണ് പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചയിൽ പങ്കുചേർന്നത്. 6,000-ഓളം വരുന്ന യുവജനങ്ങൾ യുഎസിന്റെ മണ്ണിൽ യേശുക്രിസ്തുവിനെ രാജാവും കർത്താവുമായി പാടി ആരാധിച്ചപ്പോൾ പരിസരം മുഴുവൻ ആനന്ദാഘോഷ അലയടികളാൽ നിറഞ്ഞു. യുഎസിലെ നോർത്ത് കരോലിന യൂണിവേഴ്സിറ്റിയിലാണ് യുണൈറ്റ് യുഎസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള 100 കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി പൊതുജനത്തിന്റെ മുമ്പിൽ വിശ്വാസം പ്രഘോഷിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. 77 കോളേജ് വിദ്യാർത്ഥികളാണ് യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അതും 6,000-ഓളം വരുന്ന ജെൻസി പ്രായപരിധിയിലുള്ള വിദ്യാർത്ഥികളുടെ ആരാധന ഗീതങ്ങൾക്ക് നടുവിൽ സ്വമേധയാ യേശുക്രിസ്തുവിലേക്ക് നടന്നെടുക്കുകയായിരുന്നു 6 ഡസനിലധികം വരുന്ന വിദ്യാർത്ഥികൾ. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആഘോഷാരവം കൊണ്ട് നോർത്ത് കരോലിന ക്യാമ്പസിനുള്ളിൽ ദൈവാത്മാവിന്റെ ചലനമുണ്ടായി. യുഎസിലെങ്ങും പ്രശസ്തമായ യുണൈറ്റ് യുഎസ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം യൂണിവേഴ്സിറ്റികൾ തോറും സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് പങ്കെടുത്തിരുന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന് എന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ ദൈവത്തിന് നന്ദി പറഞ്ഞത്. ആകാശത്തിന് കീഴെ ഭൂമിയിൽ രക്ഷയ്ക്കായി യാതൊരു നാമവും നൽകപ്പെട്ടില്ല, യേശുനാമമല്ലാതെ. യേശുക്രിസ്തുവിന്റെ ഈ പരിശുദ്ധ നാമത്തെ ആവോളം മഹത്വപ്പെടുത്തുകയാണ് യുണൈറ്റ് യുഎസ് സംഘാടകർ തങ്ങളുടെ പ്രോഗ്രാമുകളിലൂടെ നടത്തുന്നത്. കഴിഞ്ഞയാഴ്ച യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാറ്റിയിൽ നടത്തപ്പെട്ട യുണൈറ്റ് യുഎസ് പരിപാടിയിൽ 5,500-ഓളം യുവജനങ്ങൾ പങ്കെടുത്തിരുന്നു. അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുവാൻ ദേശീയ മെത്രാൻ സമിതിയുടെ തീരുമാനം.
ബാൽട്ടിമോറിൽ നടന്ന അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി അസംബ്ലിയിൽ ബിഷപ്പുമാർ രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിനും കരുതലിനും സമർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2026 രാജ്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് അമേരിക്കയിലെ കത്തോലിക്കാ സഭ. രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിന് ദേശീയ മെത്രാൻ സമിതി അംഗീകാരം നൽകി. ബാൾട്ടിമോറിൽ നടന്ന അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി അസംബ്ലിയിൽ ബിഷപ്പുമാർ രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിനും കരുതലിനും സമർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കത്തോലിക്കാ വിശ്വാസികളുടെ സമർപ്പണത്തിനായി ഒരുങ്ങാൻ സഹായിക്കുന്നതിന് ബിഷപ്പുമാർ നൊവേനയുൾപ്പെടെയുള്ളവയ്ക്ക് രൂപം നൽകുമെന്ന് ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ സൗത്ത് ബെൻഡിലെ ബിഷപ്പ് കെവിൻ റോഡ്സ് പറഞ്ഞു. 100 വർഷങ്ങൾക്ക് മുമ്പ് 1925 ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളിനോടനുബന്ധിച്ചുള്ള തന്റെ ചാക്രിക ലേഖനത്തിൽ പയസ് 11 മാർപ്പാപ്പ ലയോ 13 മാർപ്പാപ്പയുടെ പ്രബോധനം ഉപയോഗിച്ച് ക്രിസ്തുവിനോടുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള ഒരു മാർഗമായി തന്നെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. തന്റെ 4ാമത്തെയും അവസാനത്തെയും ചാക്രിക ലേഖനമായ ദി ലെക്സിത് നോസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവമനുഷ്യന്റെ സ്നേഹത്തിന്റെ ആത്യന്തിക പ്രതീകമായി തിരുഹൃദയ ഭക്തിയെ കത്തോലിക്ക ജീവിതത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നുവെന്നും മെത്രാൻ സമിതിയുടെ കീഴിലുള്ള മതസ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച ബിഷപ്പ് റോഡ്സ് അനുസ്മരിച്ചു. യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷത്തിനും പ്രതിഷ്ഠയ്ക്കും US പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും മറ്റുദ്യോഗസ്ഥരെയും ക്ഷണിക്കണമെന്നുള്ള നിർദ്ദേശം മിയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധരുടെ പരേഡ് നടത്തി ശ്രദ്ധ നേടിയിരിക്കുകയാണ് കാനഡയിലെ സീറോ മലബാർ ഇടവകയായ ഹാലിഫാക്സ്. ഇടവക വൈദികനായ ഫാദർ ഡാരിസ് ചെറിയാനും ഒപ്പം 100ഓളം കുഞ്ഞു വിശുദ്ധരും പരേഡിൽ പങ്കെടുത്തു. വിശുദ്ധരുടെ വേഷങ്ങളിലെത്തിയ കുട്ടിക്കൂട്ടം ഇടവകയെ സ്വർഗ സമാനമാക്കി. ചെറുപുഷ്പം മിഷൻ ലീഗ് കർണാടക സംസ്ഥാനതല വാർഷികാഘോഷം ഭദ്രാവതി രൂപത NR പുര ലിറ്റിൽ ഫ്ലവർ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. ബെൽത്തങ്ങാടി, മാണ്ഡ്യ, ഭദ്രാവതി രൂപതകൾ ചേർന്ന് നടത്തിയ പരിപാടിയിൽ ഭദ്രാവതി രൂപത ആതിഥേയത്വം വഹിച്ചു. 900ഓളം മിഷണറിമാർ പങ്കെടുത്ത പരിപാടിയിൽ ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമച്ചാടത്ത് MCBS, ചെറുപുഷ്പം മിഷൻ ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് മാത്യു എന്നിവരുടെ സാന്നിധ്യത്തിൽ മിഷൻ ലീഗ് പതാക ഉയർത്തി. തീക്ഷ്ണതയോടെ കുഞ്ഞു മിഷണറിമാർ പങ്കെടുത്ത റാലി വിശ്വാസ പ്രഖ്യാപനത്തിന്റെ സാക്ഷ്യമായി മാറി. ഭദ്രാവതി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് ചിറ്റിലപ്പള്ളി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മിഷന് കൂടുതൽ പ്രാധാന്യം നൽകി മിഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് അഭിവന്യ ജോസഫ് അരുമച്ചാടത്ത് പിതാവ് പറഞ്ഞു. മിഷൻ ലീഗ് കർണാടക സംസ്ഥാനതല വാർഷികാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ചെറുപുഷ്പം മിഷൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഡയറക്ടർ ഫാദർ ടോമി മറ്റം, സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പാമ്പക്കൽ, ജനറൽ സെക്രട്ടറി ഫാദർ ബിനോയ് സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ, സ്റ്റേറ്റ് വൈസ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുല്ലുകാട്ട്, KRCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ ഡയറക്ടർ ഫാദർ മാക്സിം ദാസ്, മിഷൻ ലീഗ് മാണ്ഡ്യ രൂപത പ്രസിഡന്റ് സാൻഡോ ജോസ്, സിസ്റ്റർ മരിയ SABS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചർച്ച് ഡെസ്ക്. ഹോളി വീൻ ആഘോഷങ്ങളുമായി കാനഡയിലെ സീറോ മലബാർ ഇടവകയായ ഹാലിഫാക്സ് ഹോളി ഫാമിലി ദേവാലയം. സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ ഇടവകയിലെ 100ഓളം വരുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധരുടെ വേഷങ്ങളിലെത്തിയായിരുന്നു പരേഡിൽ പങ്കെടുത്തത്. കുഞ്ഞുങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഇടവക വികാരി ഫാദർ ഡാരിസ് ചെറിയാൻ കത്തോലിക്ക വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഈശോ മിശിഹായുടെ വേഷത്തിലെത്തിയതും ഹോളിവീൻ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. വിശുദ്ധരുടെ വേഷപകർച്ച നടത്തിയ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഏവരെയും സ്വർഗീയ സന്തോഷത്തോടടുപ്പിച്ചു. ഹാലോവീൻ ആഘോഷങ്ങളിൽ മുഴുകി യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വിശ്വാസത്തിൽ തീർത്ത മറുപടിയായിരുന്നു ഹോളി ഫാമിലി ദേവാലയം ഒരുക്കിയ വിശുദ്ധയുടെ ഹോളിവീൻ ആഘോഷങ്ങൾ. 2 ആഴ്ചയിലേറെയായി കാണാതായ മെക്സിക്കൻ പുരോഹിതനെ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 40-കാരനായ ഫാദർ ഏണസ്റ്റോ ബാൾട്സാർ ഫെർണാണ്ടസ് വിൽസിന്റെ മൃതദേഹമാണ് മാലിന്യ കനാലിൽ കണ്ടെത്തിയത്. അതിക്രൂര പീഡനങ്ങൾക്ക് ഇരയായ ശേഷമാണ് വൈദികന്റെ ദാരുണാന്ത്യം. പ്രതികൾ മൃതദേഹം ബാഗുകളിലാക്കി കസേരയിൽ കെട്ടി കനാലിൽ തള്ളിയതായി അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിൽ.
കണ്ണില്ലാത്ത ക്രൂരതയിൽ ഒരു മെക്സിക്കൻ വൈദികന് കൂടി ജീവഹാനി. 2 ആഴ്ചയിലേറെയായി കാണാതെയായ മെക്സിക്കോയിലെ ക്വാട്ടിറ്റ്ലാൻ രൂപതയിലെ കത്തോലിക്ക പുരോഹിതനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഒക്ടോബർ 27-ന് മെക്സിക്കോ സിറ്റിയുടെ വടക്ക് ഭാഗത്തുള്ള ടാറ്റപ്പെക്കിലെ ഒരു മാലിന്യ കനാലിലാണ് 40-കാരനായ ഫാദർ ഏണസ്റ്റോ ബാൾട്ടെസ്റ്റർ ഫെർണാണ്ടസ് വിൽച്ചിസിന്റെ മൃതദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിനായി പ്രതികൾ മൃതദേഹം ബാഗുകളിലാക്കി കസേരയിൽ കെട്ടി കനാലിൽ തള്ളുകയായിരുന്നുവെന്ന് അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നു. നവംബർ 13-ന് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഓഫീസ് ഒരു പുരുഷനെയും സ്ത്രീയെയും കേസിൽ അറസ്റ്റ് ചെയ്തു. അതേസമയം പ്രതിയായ മറ്റൊരു സ്ത്രീയെ ഇപ്പോഴും അന്വേഷിക്കുകയാണ്. പുരോഹിതനെ മൂർച്ചയുള്ള വസ്തുകൊണ്ട് ആക്രമിച്ച് മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികളിൽ ഒരാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നും സായുധമോഷണത്തിന് 18 വർഷം മുമ്പ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇത് പൊതുജനങ്ങളുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചു. അതേസമയം വൈദികന്റെ കൊലപാതകത്തിൽ സഭാവൃത്തങ്ങൾ കടുത്ത ദുഃഖം പ്രകടിപ്പിച്ചു. വൈദികന്റെ ജീവിതത്തെയും ശുശ്രൂഷയും അഭിനന്ദിക്കുന്നതായി ബിഷപ്പ് എഫ്രൈൻ മാർഡോസ ക്രൂസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സേവനം ഒരു വിത്ത് പോലെ ഫലം കായ്ക്കുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഓരോ മനുഷ്യജീവനും അർഹിക്കുന്ന നീതി ഉറപ്പാക്കുന്ന അന്വേഷണങ്ങൾ തുടരാൻ ബിഷപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഈ വേദനാജനകമായ സമയത്ത് വൈദികന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. മെക്സിക്കോയിലുടനീളമുള്ള സമൂഹങ്ങളെ ബാധിക്കുന്ന ആക്രമണങ്ങൾ, തിരോധാനങ്ങൾ, ഭയം എന്നിവ അവസാനിപ്പിക്കുന്നതിനുള്ള അഭ്യർത്ഥനകളിൽ രൂപതയും പങ്കുചേരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കേസിൽ ദേശീയ ശ്രദ്ധ വർദ്ധിച്ചതോടെ 3ാമത്തെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അധികൃതർ തുടരുകയാണ്. മെക്സിക്കോയിൽ അക്രമികൾ പുരോഹിതന്മാരെ ലക്ഷ്യം വയ്ക്കുന്നത് പതിവ് സംഭവമാണ്. കഴിഞ്ഞ മാസം തെക്കൻ സംസ്ഥാനമായ ഗ്വാഗറോയിലെ പർവ്വതനിരയിൽ നിന്ന് ഒരു പുരോഹിതന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. 2019-നും 2024-നും ഇടയിൽ മെക്സിക്കോയിൽ 10 പുരോഹിതന്മാർ കൊല്ലപ്പെട്ടതായി പുരോഹിതന്മാർക്കെതിരായ ആക്രമണങ്ങൾ നിരീക്ഷിക്കുന്ന കാത്തലിക് മൾട്ടിമീഡിയ സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉഗാണ്ടയിലെ യുംബെയിൽ നടന്ന ഇസ്ലാമിക പ്രതിഷേധത്തിൽ 5 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. 44ഓളം പേർക്ക് പരിക്കേറ്റു. കടകളിൽ പന്നിയിറച്ചി വിൽപ്പന നടത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. 50ഓളം വീടുകളും ക്രൈസ്തവ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും അക്രമികൾ തകർത്തു. നവംബർ 12-ന് വടക്കൻ ഉഗാണ്ടയിലെ യുംബെ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഇസ്ലാമിക നേതാവ് അഴിച്ചുവിട്ട ആക്രമണങ്ങളെ തുടർന്ന് 5 ക്രൈസ്തവർ കൊല്ലപ്പെടുകയും 44ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് മോർണിംഗ് സ്റ്റാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ക്രിസ്ത്യൻ വ്യാപാരികൾ പന്നിയിറച്ചി വിൽക്കുന്നുവെന്ന പ്രചരണത്തെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. മുനീർ പള്ളിയിലെ ഷെയ്ഖ് കാസിം അബ്ദുള്ള പുരാതന മുസ്ലിം യുദ്ധത്തോടൊപ്പമിച്ച് ആഹ്വാനം ചെയ്ത ഓപ്പറേഷൻ അൽബാദിരി എന്ന ആക്രമണ സ്വഭാവമുള്ള മുന്നേറ്റത്തിൽ നിരവധി മതവിശ്വാസികൾ അണിനിരക്കുകയും മാർക്കറ്റിലെ ക്രിസ്ത്യൻ വിപണനങ്ങൾക്കെതിരെ പ്രതിഷേധ പ്രകടനമായി തുടങ്ങിയ ജാഥ പിന്നീട് കൂട്ട ആക്രമണമായി മാറുകയായിരുന്നു. തങ്ങളുടെ മതവിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും ഒരു തരത്തിലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കരുതെന്നും ആക്രമണത്തിന് നേതൃത്വം നൽകിയ അബ്ദുള്ള അനുയായികളോട് ആഹ്വാനം ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ പ്രദേശത്ത് മുസ്ലിമുകൾ കൂടുതലായതിനാൽ തങ്ങൾ വലിയ ഭയത്തിലാണെന്ന് പ്രദേശവാസികളായ ക്രൈസ്തവർ പറയുന്നു. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് സുരക്ഷാസേന ഇടപെട്ട് കലാപകാരികളെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചതായി താമസക്കാർ പറഞ്ഞു. മതപരമായ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും വിദ്വേഷം വളർത്തുകയും ചെയ്തുവെന്ന കുറ്റം ചുമത്തി അബ്ദുള്ള ഉൾപ്പെടെ 30-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.